സിനിമാ പാരമ്പര്യം നിറയെയുള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും മിനിസ്ക്രീനിലൂടെയാണ് സായികുമാറിന്റെ മകൾ വൈഷ്ണവി അഭിനയത്തിലേക്കുള്ള ചുവടുവെച്ചത്. സി കേരളം സംപ്രേഷണം ചെയ്തിരുന്ന കയ്യെത്തും ദൂരത്ത് എന്ന പരമ്പരയിലൂടെയാണ് വൈഷ്ണവി ആദ്യമായി അഭിനയിക്കുന്നത്. ഈ പരമ്പരയിലെ ദുർഗ എന്ന വില്ലത്തിയായി വൈഷ്ണവി ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് കടന്നുകയറിയത്. സീരിയലിലാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും വൈഷ്ണവിക്ക് ആദ്യം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു കിട്ടിയത്. ദിലീപിന്റെ നായികയായി അവസരം വന്നെങ്കിലും അന്ന് പിതാവായ സായികുമാറാണ് അത് വേണ്ടെന്ന് വെപ്പിച്ചതെന്ന് പറയുകയാണ് താരപുത്രി ഇപ്പോൾ. ആദ്യം ദിലീപേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. അതിനു മുൻപ് മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയിലേക്കും വിളിച്ചിട്ടുണ്ട്. ഒന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് 10ൽ പഠിക്കുമ്പോഴുമാണ്. ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അതിനോടാണ്. സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവർക്കുമുള്ള ആഗ്രഹമായിരിക്കും. അതെനിക്കുമുണ്ട്. അതിലേക്ക് വരാനായി പ്ലാനിംഗ് ഒന്നുമില്ല. എന്തേലും പ്ലാൻ ചെയ്താൽ അത് നടക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വൈഷ്ണവി പറയുന്നു. ആദ്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കഥാപാത്രമായിരുന്നു വന്നത്. പിന്നീട് നെഗറ്റീവ് ഷെയ്ഡിലുള്ളത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അച്ഛനും അപ്പൂപ്പനുമൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല. എങ്കിലും അങ്ങനൊന്ന് ചെയ്യാൻ ആഗ്രഹം തോന്നി. ആദ്യം ഒന്ന് നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതിഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ സീരിയലിൽ അഭിനയിച്ചതെന്ന് വൈഷ്ണവി പറയുന്നു.